الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തുന്നതിൽ കൃത്യത ഉണ്ടാവണം, കണിശത ഉണ്ടാവണം എന്ന് എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വളരെ ഗൗരവമായി വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ അള്ളാഹു അവൻ്റെ ഇഷ്ടക്കാരിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം അറിഞ്ഞുൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. മതത്തിൻ്റെ മൂല്യങ്ങൾ കൃത്യമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതചര്യയാക്കി ജീവിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് വിശ്വാസികൾ. വളരെ കൃത്യവും വ്യക്തവുമായ പ്രമാണം ആണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേറ്റക്കുറച്ചിലുകളില്ലാതെ, സംശയങ്ങളില്ലാതെ, ഏത് കാലത്തും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധം ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാൻ അവൻ നമുക്ക് ഇറക്കി തന്ന വിശുദ്ധ ഖുർആനും ആ പടച്ച തമ്പുരാൻ തന്നെ നിയോഗിച്ചിട്ടുള്ള മഹാനുഭാവനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയുമാണ്. ഇത് രണ്ടും വിട്ടേച്ചുകൊണ്ടാണ് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകം വിട്ട് പിരിയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്ത് റസൂലില്ലാ. രണ്ട് കാര്യം വിട്ടേച്ചാണ് ഞാൻ ഈ ലോകം വിട്ടു പോകുന്നത്. അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു അബദ്ധവും പോരായ്മയും പിഴവും സംഭവിക്കില്ല. ഒന്ന് കിതാബ് അള്ളാൻ്റെ കിതാബാണത്. വസുന്നത്ത് റസൂലില്ല,
അതിനനുസരിച്ചുള്ള പ്രവാചകന്റെ റസൂലിന്റെ ചര്യയുമാണത്. അത് രണ്ടും വിട്ടേച്ചുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം വിട്ട് പിരിയുന്നത്. മാത്രമല്ല, ഒന്നുകൂടെ സൂചിപ്പിച്ചു കണിശമായി, ഒരു മനുഷ്യന് അവന് സ്വർഗം കിട്ടുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നതിന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം കൃത്യമായും പഠിപ്പിക്കാതെ ഞാൻ ഈ ലോകം വിട്ടുപോകുന്നില്ല. അതൊരു ആധികാരികമായ വർത്തമാനമാണ്, അള്ളാന്റെ റസൂലിന്റെ വർത്തമാനമാണ്. ഒരിക്കലും ഒരു മനുഷ്യനും പിന്നീട് ഇരുട്ടിൽ തപ്പേണ്ടി വരില്ല, പുതുതായി ഒന്നും ഉണ്ടാക്കേണ്ടിയും വരില്ല. എല്ലാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യവും വ്യക്തവുമായി പഠിപ്പിച്ചു തന്നിട്ടല്ലാതെ ഈ ലോകം വിട്ടിട്ടില്ല. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. അവൻ അല്ലാഹു അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അവന്റെ റസൂലിനെ പറഞ്ഞയച്ചവനാണ്, അല്ലാഹ് പറഞ്ഞയച്ചതാണ്. ബിൽ ഹുദാ വദീനിൽ ഹഖ്, നേർമാർഗമായി, ദീൻ, ഹക്കുള്ള ദീനുമായി. ഇത് രണ്ടുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പറഞ്ഞയച്ചിട്ടുള്ളത്. അല്ലാഹ് ഏറ്റെടുത്ത ദൗത്യം പ്രവാചകനിലൂടെ മനുഷ്യർക്ക് വേണ്ടി, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു നിശ്ചയിച്ച് പറഞ്ഞയച്ചിട്ടുള്ളതാണ്. ലിയുദ്ഹിറഹു അലദ്ദീൻ, അള്ളാന്റെ ദീനിനെ വ്യക്തമായി കാണിക്കാൻ, പഠിപ്പിക്കാൻ, മനുഷ്യർക്ക് അത് ഉൾക്കൊണ്ട് രീതിയിൽ ജീവിക്കാൻ പാകത്തിൽ. വലൗകരിഹൽ മുശ്രിക്കൂൻ, സത്യനിഷേധികൾ, മുശ്രിക്കുകൾ എത്ര വെറുത്താലും ശരി എന്ന് ഖുർആൻ വളരെ ആധികാരികമായി അത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എക്കാലത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും അനുധാവനം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിത ക്രമമല്ലാതെ മറ്റൊരു ജീവിത ക്രമത്തിലേക്ക് തിരിഞ്ഞുപോയാൽ അത് കനത്ത നഷ്ടമുണ്ടാകും എന്നതാണ്. ഇതിന് നമുക്ക് ഒരു പഠന പ്രക്രിയ ഉണ്ടാവണം എന്നതാണ്. അല്ലാഹ് ചോദിക്കും, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമാവൂല, ഒരിക്കലും ആവൂല. അതുകൊണ്ട് നമ്മൾ അത് പഠിക്കാൻ ബാധ്യസ്ഥരാണ്. ഞാനൊരു കർമ്മം ചെയ്യുമ്പോൾ, ഞാനൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അതിൽ എനിക്ക് എൻ്റെ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എത്ര ആധികാരികമായാണ് ഞാനത് ചെയ്യുന്നത്, എത്ര കൃത്യവും വ്യക്തവുമായിട്ടാണ്, അതിനെൻ്റെ മതം എനിക്ക് തരുന്ന പ്രമാണം എന്താണ്, ഞാൻ എൻ്റെ പ്രവാചകനിൽ നിന്നത് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ പ്രവാചകന്റെ ചര്യ അനുസരിച്ച് പിൻപറ്റി ജീവിക്കേണ്ടവനാണെങ്കിൽ ആ പ്രവാചകൻ ഈ വിഷയത്തിൽ എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഇങ്ങനെ കൃത്യമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടവരാണ്. നമ്മിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മളൊക്കെ കേട്ടുകേൾവിയിൽ ഇങ്ങനെ പഠിച്ചു പോവുകയാണ്. നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, മാതാക്കൾ, കുടുംബക്കാർ, മുൻഗാമികൾ, അതല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ, അതല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ, ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അവരൊക്കെ ചെയ്യുന്ന ആ ക്രമം അനുസരിച്ച് അവരുടെയൊക്കെ ആ രീതിയിൽ അനുധാവനം ചെയ്തുകൊണ്ട് അങ്ങനെ അല്ല, അങ്ങനെ ഒരിക്കലും പാടില്ല എന്നതാണ്. അങ്ങനെ ഒരാളെയും ഫോളോ അപ്പ് ചെയ്യുമെങ്കിൽ അത് അള്ളാന്റെ റസൂലിനെ അല്ലാതെ മറ്റാരെയുമല്ല. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതനുസരിച്ച് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നു. എവിടെയെങ്കിലും അതിന് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഉപ്പയായാലും എൻ്റെ ഉമ്മയായാലും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പണ്ഡിതനായാലും ശരി, അതിന് നോ എന്ന് പറയാനുള്ള കൽപ്പ്, അതാണ് ഇസ്സത്ത്. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. തൻ്റെ വിശ്വാസം ആർജവമുള്ള വിശ്വാസമാകുന്നത് അപ്പോഴാണ്. അതല്ലാതെ പോകുമ്പോൾ അതൊരു വലിയ അപകടമുണ്ടാക്കും എന്നതാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, ഖുർആന്റെ മറ്റൊരു പ്രയോഗമാണ്. നിങ്ങൾക്ക് അറിവില്ലാത്തതാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം, അല്ലാതെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ല. മാത്രമല്ല, ഒന്നുകൂടെ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്ക് അറിവില്ലാത്തതിൻ്റെ ഒരു വിഷയത്തിൽ നീ അവിടെ നിലക്കൊള്ളരുത്. നീ നിസ്കരിക്കുന്നത് നിനക്കറിയാത്ത എന്തോ എല്ലാവരും നിസ്കരിക്കുന്നു എന്നതുകൊണ്ടാണോ? എങ്കിൽ ആ നിസ്കാരത്തിനോട് ഫലമില്ല. എങ്കിൽ പഠിക്കണം, അറിയണം ഈ നിസ്കാരം എന്താണ് എന്നതും. അതെന്റെ റസൂൽ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, എന്റെ പ്രവാചകൻ പറഞ്ഞത് അങ്ങനെയാണ്.
ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിന് ഇത്ര റക്അത്ത്, ഓരോ നമസ്കാരത്തിലും ഇന്നത് ചൊല്ലേണ്ടത്, ഓരോ നമസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥന, അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി അവന്റെ ജീവിതക്രമം, പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്, അതുപോലെ തിരിച്ചു പോകുന്നത്, ബാത്റൂമിൽ പോകുന്നത്, അവന്റെ കിടക്കപ്പായയിലേക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥനകൾ, അവന്റെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളൊക്കെ ഒരു പ്രവാചകൻ കാണിച്ചു തന്നതുപോലെ, എന്തിനേറെ ഹജ്ജ് പോലും ഉംറ പോലും പ്രവാചകൻ അതിൻ്റെ റുക്നുകളും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ കാണിച്ചതുപോലെ കാണിക്കുക എന്നതും ചെയ്തതുപോലെ ചെയ്യുക എന്നതുമല്ലാതെ ആരൊക്കെയോ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോവുക എന്നത് ഒരു വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായ ഒരു പഠന പ്രക്രിയ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ്. ഇന്ന് ഒരു ഗൗരവപ്പെട്ട ഒരു വിഷയം, യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെയാണ് പണ്ഡിതന്മാരാവേണ്ടത്, പക്ഷെ നമ്മളിൽ പാണ്ഡിത്യമില്ലാതെ പോകുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരുടെ മരണങ്ങളോടുകൂടി അത് അവസാനിക്കുന്നു. പലപ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. പിന്നീട് പാണ്ഡിത്യമുള്ളവരോ അവർ മനുഷ്യരെ വഴികേടിലാക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും നാം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോ മനുഷ്യർക്ക് വിവരം കിട്ടാൻ മറ്റു പല ശക്തികളും അവിടെ കടന്നു വരുന്നു. അത് ചിലപ്പോൾ നമ്മുടെ പക്കലുള്ള സംവിധാനങ്ങളാവാം. ഫത്വ ചോദിക്കുന്നത് പോലെ ജമിനിയോണാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും ഭയാനകവും അപകടകരവുമായ അവസ്ഥ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. നമുക്ക് തരുന്ന ഉത്തരം ആധികാരികമാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് എന്ത് രേഖയാണുള്ളത്? നമ്മൾ പലതും ചോദിക്കുന്നത് ഇത്തരം സംവിധാനങ്ങളിലൂടെയാണ്. അല്ല, നമ്മൾ പഠിച്ചു കണ്ടെത്തേണ്ടത് അനിവാര്യമാണെന്ന് പഠിപ്പിക്കാനാണ്. അവിടെയാണ് നമ്മൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നല്ലാഹ ലാ യഖ്ബലുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്, മനുഷ്യരിൽ നിന്ന് അറിവ് അപഹരിക്കുക എന്നത്, അള്ളാഹു അത് അപഹരിക്കുക എന്നത് അല്ല സംഭവിക്കുന്നത്. മറിച്ച് വലാകി യഖ്ബിലുൽ ഇൽമ യഖ്ബിലുൽ ഉലമാ യുഖ്ബലുൽ ഉലമാ ബിഖബ്ദിൽ ഉലമാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇൽമ് പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇൽമുള്ള പണ്ഡിതന്മാരുടെ മരണമോ നാശമോ ഒക്കെ സംഭവിച്ച് ആ ഇൽമ് യഥാർത്ഥത്തിൽ നമുക്ക് സോഴ്സിൽ നിന്ന് കിട്ടാത്ത ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ വരുമ്പോ അവിടെ സംഭവിക്കുന്നത് ഇത്തഖദന്നാസ റഊസൻ ജുഹാല, മനുഷ്യർ വിഡ്ഢികളായ വിവരമില്ലാത്ത വിവരദോഷികളായ ആളുകളെ റഈസുകളായി നേതാക്കന്മാരായി അവർ ഉയർത്തുകയും ഫസ്അലൂ ഫഫ്തൗ, അവർ അവരോട് ചോദിക്കുകയും അവർ ഫത്വ നൽകുകയും ചെയ്യുന്നു. ബിഗൈരി ഇൽമ്, അറിവില്ലാതെ. ഫളല്ലു വഅളല്ലു, സംഭവിക്കുന്നത് അവരും വഴികേടിലാകും, അവർ മറ്റുള്ളവരെ വഴികേടിലാക്കുകയും ചെയ്യും എന്നത് കരുതിയിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. അതായത് പാണ്ഡിത്യമുള്ള ആളുകളുടെ കുറവ് അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കൊക്കെ എന്താ പണി? നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എല്ലാം ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുക. ഏത് വിഷയം അത് അന്ന പണ്ഡിതൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അല്ല, ഞാനല്ലേ എന്നെ പറയേണ്ടത്, എന്നെ പഠിക്കേണ്ടത്, എനിക്ക് പഠിപ്പിക്കേണ്ടതും ഞാൻ എന്നെ പഠിപ്പിക്കേണ്ടതും അതെന്റെ ബാധ്യതയാണ്. എൻ്റെ പരലോകം, എൻ്റെ ഖബർ, ഞാൻ ഒറ്റക്കാണ് എൻ്റെ ഖബറിൽ. അവിടെയുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഒരു പണ്ഡിതനും വരില്ല. നാം ഗൗരവമായി കാണണം. ഇന്ന് പലരെയും വിഡ്ഢികളാക്കുന്നത് ഈ ചോദ്യം, ഇദാ ജാഅക്കൽ മലക്കാനി കരീമാൻ, നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണിത്. ഖബറിലേക്ക് മയ്യത്ത് കൊണ്ടുപോയി വെച്ചാൽ ഒരു മുസ്ലിയാരൻ തലക്ക് പുറത്ത് നിന്നുകൊണ്ട് പറയാ, ഏ മയ്യത്തെ, നിന്റെ അടുക്കലേക്ക് 2 മലക്കുകൾ വരും. എന്നിട്ട് അവർ നിന്നോട് ചോദിക്കും, ഫമൻ റബ്ബുക, നിന്റെ റബ്ബാരാ, വമാ ദീനുക, നിന്റെ ദീനേതാ, വമൻ നബിയുക, നിന്റെ നബിയേതാ, വമാ ഇമാമുക എന്ന ചോദ്യത്തിന് നീ അപ്പൊ പറയണം അല്ലാഹു റബ്ബി എന്ന്. അല്ലാഹ് ഇമാമു എന്റെ ദീനും ഇസ്ലാം, അതുപോലെ ഇമാം ഖുർആൻ, എന്റെ നബി മുഹമ്മദ് എന്ന് പറയണമെന്ന് അവിടെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അത് ഞാനായിട്ടുണ്ടാക്കണം, അത് ഞാൻ പഠിച്ചിരിക്കണം. എൻ്റെ ദീൻ അത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ റസൂൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ വിശുദ്ധ ഖുർആനുണ്ട്, എൻ്റെ കയ്യിൽ തിരുചര്യയുണ്ട്. ഞാനത് പഠിക്കാൻ സമയം കണ്ടെത്താതെ അതൊക്കെ അങ്ങോട്ട് നടന്നോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീരാ നഷ്ടത്തിൽ പെട്ടുപോകുന്നവരായി നാം മാറും എന്നത് നാം വളരെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ, യാ അയ്യുഹല്ലദീന ആമനു ഖുർആൻ നമ്മൾ സൂചിപ്പിക്കുകയാണ്, വിശ്വാസികളെ, ഇന്ന കതീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, ധാരാളക്കണക്കിന് പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരിൽ നിന്നും നിങ്ങൾക്ക്
ധാരാളക്കണക്കായ ആളുകൾ നിങ്ങൾക്കുണ്ട്. ലയക്കുലു അംവാലൻ നാസ ബിൽ ബാത്തിൽ. അവരുടെ പണി എന്താ? ജനങ്ങളുടെ പണം പിടുങ്ങുകയാണ്, പണം അന്യായമായി തട്ടുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വഴി പിഴപ്പിക്കുകയും തെറ്റിക്കുകയുമാണ് അവർ ചെയ്യുന്നത് എന്ന് ഗൗരവമായി ഓർക്കണം എന്ന്. ഇത് ആരോടാ പറയുന്നത്? എന്നോടാ. ഉണർന്നിരിക്കണം ഞാൻ, വിജിലന്റ് ആയിരിക്കണം ഞാൻ, കാര്യം ശ്രദ്ധിച്ചിരിക്കണം ഞാൻ. എൻ്റെ പരലോകം എനിക്ക് നഷ്ടപ്പെടാൻ കാരണം ചിലപ്പോൾ ഇതുപോലുള്ള പണ്ഡിത പുരോഹിതന്മാരായിരിക്കും. അതുകൊണ്ട് അവർ പറയുന്നതല്ല, അല്ല പറയുന്നത് എന്ത്? അതുകൊണ്ട് ആ ഖുർആൻ അത് കേവല പാരായണമല്ല, അത് പഠനമാണ്, ജീവിതമാണ്. ഖുർആന്റെ ഓരോ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നതാണ്. അവിടെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ അറിവ് എത്രത്തോളം ഉണ്ട് എന്നതും, നാം ആരോടൊക്കെയാണ് അറിവ് നേടുന്നത് എന്നതും, നാം ആർക്കൊക്കെയാണ് അറിവ് പകർന്നു കൊടുക്കുന്നത് എന്നതും ഗൗരവമായി കാണണം. നിസ്ഫുൽ ഇൽമി ലാ അദ്രി, അതൊരു പ്രക്രിയയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ്, അറിയില്ലെന്ന് പറഞ്ഞ് മാറുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. നമ്മളെല്ലാവർക്കും ഫത്വ കൊടുക്കുകയാണ്, നമ്മളെല്ലാവർക്കും അറിയാത്ത കാര്യങ്ങൾ ആളുകൾക്ക് ധൈര്യം കൊടുക്കുകയാണ്, ചെയ്തോളൂ. അങ്ങനെയാണോ? അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിലൊക്കെ വളരെ കൃത്യത പുലർത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ആരെങ്കിലും ഇതുപോലുള്ള അശ്രദ്ധയോടുകൂടി ഫത്വ നൽകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഗൗരവമായ ഉപദേശം, മൻ കദബ അലയ്യ മുതഅമ്മിദ, എന്റെ പേരിൽ ആരെങ്കിലും കളവ് കെട്ടിച്ചമക്കുന്നുണ്ടെങ്കിൽ, എന്റെ വിഷയത്തിൽ ആരെങ്കിലും മറ്റുള്ളവരോട് കളവ് പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിൽ, അവർ ആ വിഷയത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അവൻ അവന്റെ ഇരിപ്പിടം നരകത്തിൽ ഒരുക്കിക്കൊള്ളട്ടെ, പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന്. ഇത് വളരെ ഗൗരവമായ പ്രവാചകന്റെ പ്രഖ്യാപനമാണ്. മാത്രമല്ല, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതകുമുൽ കദിബ ഹാദാ ഹലാൽ വഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ. ഖുർആൻ അത് നിങ്ങളുടെ നാവിന് തോന്നിയതുപോലെ ഇത് ഹറാം, ഇത് ഹലാൽ, അങ്ങനെ പടച്ചോന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അള്ളാന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്ന ആളുകൾ ഒരിക്കലും വിജയിക്കില്ല എന്ന് ഖുർആൻ. അങ്ങനെ പടച്ചോന്റെ പേരിൽ, പടച്ചോന്റെ മതത്തിന്റെ വിഷയത്തിൽ, പടച്ചോന്റെ ഈ വിശ്വാസത്തിൽ, ആദർശത്തിൽ, അനുഷ്ഠാനത്തിൽ, ആചാരത്തിൽ ആർക്കെങ്കിലും തോന്നിയതുപോലെ പറയുന്നുണ്ടെങ്കിൽ, അത് ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ദീനായി അവരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അപകടം അവർ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ കൃത്യമായും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം അല്പം ഗൗരവത്തോടെ തന്നെയാണ് നമ്മുടെ ദീനിനെ കാണേണ്ടത്. കേവല മുസ്ലിങ്ങളായി എന്നതുകൊണ്ട് രക്ഷപ്പെടില്ല എന്നത് നാം ഗൗരവമായി ആലോചിക്കണം. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയ പത്നിയായ ഫാത്തിമയോട്, പുത്രിയായ ഫാത്തിമയോട്, അതുപോലെ തന്നെ പ്രിയ പത്നിമാരോട്, അതുപോലെ എല്ലാവരോടും അവരോടൊക്കെ പറഞ്ഞ ഒറ്റ വാക്കുണ്ട്, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാൻ പറ്റുന്നതൊക്കെ തരാം. പക്ഷെ പരലോകത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളായി നിങ്ങൾക്കുണ്ടാക്കണം. ആരുടെയും തറവാട് മുസ്ലിം ആയതുകൊണ്ടോ, തങ്ങളുടെ ഉപ്പമാർ നല്ല പണ്ഡിതന്മാരായതുകൊണ്ടോ, നമ്മുടെയൊക്കെ കുടുംബവും പശ്ചാത്തലവും ഒക്കെ നല്ല ദീനി സ്പിരിറ്റിലായതുകൊണ്ടോ നമുക്ക് ദീൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് നമ്മുടെ പരലോകത്തെത്തുമ്പോഴാണ്, ഖബറിലെത്തുമ്പോഴാണ് അതിൻ്റെ ഭയാനകത നമ്മൾ മനസ്സിലാക്കുക. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നമസ്കാരം, നമ്മുടെ അനുഷ്ഠാനം, നമ്മുടെ കർമ്മങ്ങൾ അതൊക്കെ വ്യക്തമായ അള്ളാഹുവിൻ്റെ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനത്തിലാക്കാത്തിടത്തോളം കാലം നാളെ പരലോകം നഷ്ടപ്പെടും എന്ന ഗൗരവ ചിന്ത നമ്മളിലുണ്ടാവണം. ആ രീതിയിൽ ദീനനുസരിച്ച്, വിശ്വാസമനുസരിച്ച് കൃത്യമായ ബോധ്യത്തോടെ പ്രമാണബദ്ധമായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഉണർത്തുന്നു. ഖുത്ബകൾ തുടങ്ങുമ്പോൾ പറയാറുള്ള ഒരു വചനം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വചനമാണ്, ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ്. ഏറ്റവും നല്ല വാക്ക് അള്ളാഹിൻ്റെ കിതാബാണ്. വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല വഴി അള്ളാഹിൻ്റെ റസൂൽ തിരഞ്ഞെടുത്ത, അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ച വഴിയാണ്. വഇന്നൽ ഖൈറൽ ഹദീഥി
വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ, ഏറ്റവും മോശപ്പെട്ട കാര്യം അതിൽ പുതുതായി ഉണ്ടാക്കുന്നതാണ്. വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതും ബിദ്അത്താണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടിലാണ് എന്നത്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇത് അതിൻ്റെ ആധികാരികമായി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് നമ്മൾ നിരന്തരം കേൾക്കുകയാണ്. ഗൗരവമാണ് എന്നർത്ഥം. ദീനിൽ എനിക്കിഷ്ടമുള്ളത് കടത്തിക്കൂട്ടാൻ പറ്റില്ല എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഏതെങ്കിലും ഒരുത്തൻ ഈ ദീനിൽ പുതുതായി ഒന്ന് പടച്ചിട്ടാൽ, കൊണ്ടുവന്നാൽ, മലൈസ മിൻഹു, അതിന് യാതൊരു പ്രബലമായ വ്യക്തമായ തെളിവുമില്ലാതെ, ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയേണ്ടതാണ് എന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ പ്രവർത്തനത്തെയും നിരീക്ഷിക്കണം എന്നതാണ്. ഇപ്പോൾ നിരീക്ഷിക്കേണ്ട ഒന്ന്, നമ്മളൊന്നും പ്രവാചക സ്നേഹമില്ലാത്തവരായി നമ്മളെങ്ങനെ മുദ്ര കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനേറ്റവും വ്യക്തമായ പ്രവാചക സ്നേഹം കൊടുമുടിയിലെത്തുന്ന ഒരു കാലഘട്ടം അപ്പുറത്തും ഉണ്ട്. ലോകമൊട്ടുക്കും പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചക സ്നേഹം തുളുമ്പുകയാണ്. എന്നാൽ പ്രവാചക സ്നേഹം എന്നത് എന്താണ് എന്നത് അതിൻ്റെ അർത്ഥത്തിൽ തിരിച്ചറിവില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസി അവൻ യഥാർത്ഥ വിശ്വാസിയാകുന്നത്, അവൻ യഥാർത്ഥ വിശ്വാസം അവൻ ഉൾക്കൊണ്ടവനാകുന്നത് അള്ളാഹുവിനെയും പ്രവാചകനെയും ഇഷ്ടപ്പെടുക വഴി മാത്രമാണ്. അത് സംശയമൊന്നുമില്ല. മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ ലാ യുഅ്മിനു അഹദുക്കും, ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈ, ഞാൻ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ, മിൻ വാലിദിഹി, അവന്റെ ഉപ്പയേക്കാൾ, വ വലദിഹി, അവന്റെ മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, അവന്റെ മാതാപിതാക്കൾ, മക്കൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനാവണം. ഇത് പറഞ്ഞതാണ് പ്രവാചകൻ. അതുകൊണ്ടാ സഹോദരങ്ങളെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ടാ സഹോദരങ്ങളെ നമ്മൾ നമസ്കരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ദിക്റുകളും ദുആകളും ഓരോ അവസരത്തിനനുസരിച്ച് കൃത്യമായി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തതയും കാര്യം ഉണ്ടാവണമെന്ന് പഠിപ്പിക്കുന്നത്, തെറ്റാതെ പാളാതെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നത്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ പ്രവാചകന്റെ പേരിൽ ഒരു വലിയ ആഘോഷം നടത്താൻ ഇസ്ലാമിൽ രണ്ടാഘോഷത്തിനപ്പുറം മൂന്നാമത്തെ ഒരു ആഘോഷം പഠിപ്പിച്ചത് ദീനിലെവിടെയെങ്കിലും നമ്മൾ കാണാത്തതാണ്. അതുകൊണ്ട് റബീഉൽ അവ്വലിന് ഒരു പ്രത്യേകതയുമില്ല. രണ്ടാമത്തെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തിനോ അതേ ദിവസം തന്നെയാണ് പ്രവാചകൻ മരിച്ചത് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ മരണ ദിവസത്തിൽ പ്രവാചകന്റെ ആഘോഷം കൊണ്ടാടുന്നത് അതൊരു ഭൂഷണവുമല്ല. മൂന്നാമത്തെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉത്തമ നൂറ്റാണ്ടുണ്ട്, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമ നൂറ്റാണ്ട് ഞാൻ ജീവിച്ച നൂറ്റാണ്ടാണ്, അതിനുശേഷമുള്ള അടുത്ത നൂറ്റാണ്ട്, അതിനുശേഷം അടുത്ത നൂറ്റാണ്ട്, 3 നൂറ്റാണ്ടുകളെ പറഞ്ഞു. ചരിത്രത്തിൽ നിങ്ങൾ എവിടെ പരതിയാലും ആരോട് ചോദിച്ചാലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് ആരായിരുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ടുള്ള സഹാബിയ കിറാം, അതുപോലെ തന്നെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനുഭാവന്മാരായ ബുഖാരിയും മുസ്ലിമും അടങ്ങുന്ന അങ്ങനെ 300 വർഷക്കാലം ജീവിച്ച് ഒരു മനുഷ്യനും ചെയ്യാത്ത, ദീനിലില്ലാത്ത ഒരു അനാചാരം, അത് ദീനിന്റെ പേരിൽ പള്ളികൾ അലങ്കരിച്ച് വലിയ ഘോഷയാത്രകളായി ഇതൊക്കെ നടത്തിക്കൊണ്ട് വരുമ്പോൾ ദീനിൽ ഇതിനെന്താ പ്രസക്തി? എന്താണ് പ്രസക്തി? അവിടെയാണ് ഗൗരവമായി നാം കാണേണ്ടത്. അപ്പൊ ദീനിൽ ഒരു കാര്യം പുതുതായി കടത്തിക്കൂട്ടിയാൽ അത് റസൂലിനോടുള്ള സ്നേഹമാണെങ്കിലും, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, ആ വാക്ക് അന്ന് റസൂൽ പറയാനുള്ള കാരണം ഇന്ന് നമുക്ക് ബോധ്യമാകും. ഉണ്ണിയേശുവും അതുപോലെ ക്രിസ്തു ജയന്തിയും ഒക്കെ വളരെ ഭംഗിയായി ആഘോഷിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതിന് സമാനമായല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉണ്ണി മുഹമ്മദും അതുപോലെ തന്നെ അത്തരം ഘോഷയാത്രകളും നമ്മുടെ സമൂഹം ഓരോ ദിവസങ്ങളായി പുതുതായി കൊണ്ടുവരുന്നത്? അവിടെ അള്ളാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞ വാക്കുണ്ട്, ലാ തത്റൂനി കമാ അത്തറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയം, മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ ജനങ്ങളായ ക്രിസ്ത്യാനികൾ അവർ അദ്ദേഹത്തെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് അള്ളാഹു റസൂൽ അന്ന് മുന്നറിയിപ്പ് കൊടുത്തതാണ്.
ഒന്നുകൂടെ ഗൗരവമായി കാണുക. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിരിക്കും, അതിലേറ്റക്കുറച്ചിലുണ്ടാവില്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് മാറിയിരിക്കും. കാണുന്നത് അങ്ങനെയല്ലേ? പണ്ടുള്ള മൗലൂദ് ദിനാണോ ഇപ്പോ? പണ്ടുള്ള ആഘോഷമാണോ ഇപ്പോ? പണ്ടുള്ള രൂപത്തിലുള്ള ഘോഷയാത്രകൾ അന്നുണ്ടായിരുന്നോ? ഇന്ന് ഘോഷയാത്രകൾ, അതിന് പല രൂപങ്ങൾ, പല വർണ്ണങ്ങൾ, പല രീതികൾ, ഇങ്ങനെ തുടങ്ങി ബിദ്അത്തുകൾ ഇങ്ങനെ തോന്നിയതുപോലെ ഉണ്ടാക്കുന്നതാ. അത് മതമല്ല. എന്നാൽ സുന്നത്ത് തോന്നിയതുപോലെ ഉണ്ടാക്കാൻ പറ്റാത്തതാ. അത് അള്ളാന്റെ റസൂൽ പറഞ്ഞു വെച്ചിടത്തിനപ്പുറം പോകാൻ പാടില്ല ഒരു വിശ്വാസിക്ക്. അത് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടായിരിക്കണം. പിന്നെ നമ്മളെന്താ, അവർ നടത്തിക്കോട്ടെ, നമുക്കതിനെന്താ? അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അള്ളാഹിന് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ ഉച്ചരിക്കുന്ന, അള്ള ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിലകൊള്ളുന്ന, അള്ള ഇഷ്ടപ്പെടാത്ത മേഖലകളിൽ മാത്രമല്ല പടച്ച തമ്പുരാനോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ചു പുലർത്തുന്ന, അവന്റെ അടയാളങ്ങളെ മോശമായി കാണുന്ന ഇടത്ത് നിങ്ങൾ അള്ളാന്റെ ആ ദൃഷ്ടാന്തങ്ങളെയോ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മേഖലകളെയോ അതിലൊക്കെ നിങ്ങൾ ഇങ്ങനെ മുഴുകുകയാണെങ്കിൽ, അങ്ങനെ മുഴുകുന്നവരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിന് മാറിക്കണം. അതിന് മാറിക്കണം. അത് റസൂലിന് പറ്റാത്തതാണ്, ദീനിൽ പറ്റാത്തതാണ്, അള്ളാഹ് ഇഷ്ടപ്പെടാത്തതാണ്. അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ഹത്താ യഖൂലു ഫി ഹദീസിൻ, മറ്റൊരു വർത്തമാനത്തിൽ മറ്റൊരു വിഷയത്തിലേക്കോ നിങ്ങൾ പ്രവേശിക്കുക എന്നതല്ലാതെ അതിൽ നിന്ന് നിങ്ങൾ മാറണം, ശ്രദ്ധ തിരിക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ദീൻ ആരോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ഒരാളുടെ വളർച്ചയിലുള്ള അസൂയയുമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പിശുക്കുന്ന ആളുകൾക്ക് ഗൗരവമായ ശിക്ഷയും പ്രയാസവും ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹു മലക്കുകളും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. വിശ്വാസികളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ. ഇതൊരു സ്വലാത്ത് വാർഷികമല്ല, ഇതൊരു സ്വലാത്തിന് പ്രത്യേക സമയവുമല്ല, ഇത് പ്രത്യേക കേന്ദ്രവുമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ സ്ഥിരമായ പ്രക്രിയയാണ്. സ്ഥിരമായി റസൂലിനെ ഇഷ്ടപ്പെടുന്നവരായി, അങ്ങനെയുള്ളവരോളം വലിയ റസൂലിനെ ഇഷ്ടപ്പെടുന്നവർ ലോകത്ത് മറ്റാരുമില്ല എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ പടച്ച തമ്പുരാനെയും റസൂലിനെയും അള്ളാഹുവിൻ്റെ ഈ ദീനിനെയും ഈ ദീനിൻ്റെ പ്രമാണങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി ജീവിച്ച് മരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കണേ നാഥ. അല്ലാഹുവേ, അബദ്ധങ്ങൾ വന്നുകൊണ്ട് ഞങ്ങളുടെ ദീനിൽ, ഞങ്ങളുടെ ചിട്ടയിൽ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ വിശ്വാസത്തിൽ, അതുപോലെ ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിൽ ആ പ്രവാചകനെ പിൻപറ്റുന്നതിലൊക്കെ പരാജയം സംഭവിക്കുന്നിടത്ത് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. റഹ്മാനായ അള്ളാഹ്, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവരാ ഞങ്ങൾ. വിശ്വാസത്തിൻ്റെ പേരിൽ, അതുപോലെ തന്നെ സാമൂഹിക ഘടനയുടെ പേരിൽ, സാമ്പത്തികമായ അവസ്ഥയിൽ പലതുമുണ്ട്. റഹ്മാനെ, എല്ലാത്തിനും പരിഹാരം നൽകുന്നവനാണ് നീ. ഞങ്ങൾക്ക് നീ സമാധാന ജീവിതം നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയവരുണ്ട്, ഞങ്ങൾ രോഗികളായി കിടക്കുന്ന ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. റഹ്മാനെ, എല്ലാ പ്രയാസവും ദൂരീകരിക്കുന്ന, ശിഫ നൽകുന്ന പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളടക്കമുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങളടക്കമുള്ളവരുടെയൊക്കെ രോഗം നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട്, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെയും അള്ളാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗം നൽകി നീ അനുഗ്രഹിക്കണമേ അല്ലാ. അവരോടൊപ്പം ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരീക്ഷണത്തിലകപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ സമാധാന ജീവിതം നൽകണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات للأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والسلام عليكم.